ഇന്ത്യൻ യൂത്തിനെ ബ്രെയിൻ വാഷ് ചെയ്ത് കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എത്ര വലിയ കലാപം വേണമെങ്കിലും സൃഷ്ടിക്കാന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ ഡൽഹിയിൽ നടന്നത്. നീറ്റ് സ്റ്റുഡൻസിന് ജസ്റ്റിസ് കിട്ടുക തന്നെ വേണം, അത് ചോദിക്കുക തന്നെ വേണം. അതിൽ വേറെ സംസാര തർക്കങ്ങളൊന്നുമില്ല. പക്ഷെ അത് ചോദിക്കേണ്ട രീതി ഇങ്ങനെയാണ്. CJP അതായത് കോക്രോച്ച് ജനതാ പാർട്ടി ഫോർമറായ US സെറ്റിൽഡ് ആയവൻ എല്ലാം കളഞ്ഞ് ഇന്ത്യയിൽ വേണ്ടി ഇന്ത്യൻ യൂത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ത്യയിലെ യൂത്തിന് വേണ്ടി നിരാഹാരമൊക്കെ കടന്ന് ഡൽഹി പ്രൊട്ടസ്റ്റ് നടത്തുന്നവരിനെ പറ്റി കുറച്ചെങ്കിലും റിസർച്ച് ചെയ്തിട്ടാണ് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ പഹൽഗാം അറ്റാക്കിൽ കുറെ നിരപരാധികൾ കൊല്ലപ്പെട്ടപ്പോഴും പുൽവാമ അറ്റാക്കിൽ കുറെ സൈനികർ കൊല്ലപ്പെട്ടപ്പോഴും ഇവിടെ ഒരുത്തനും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല, ഒരു പ്രൊട്ടസ്റ്റും നടത്തിയിട്ടില്ല. ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡിനെ ഫോളോ ചെയ്യണ മുന്നേ അതെന്താണെന്ന് റിസർച്ച് ചെയ്യുക. അതിന് മുൻകൈ എടുത്ത് നിൽക്കണവന്മാരെ പറ്റിയിട്ടൊന്ന് റിസർച്ച് ചെയ്യുക. അങ്ങനെ റിസർച്ച് ചെയ്ത് അവരെ എതിർക്കാത്തത് കാരണമാണ് ഇന്ത്യൻ യൂത്തിനെ കരുക്കളായി നിർത്തിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ തന്നെ തിരിക്കുന്നത്. സോ അവരുടെ ഉദ്ദേശം അവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ഹെയ്റ്റ് സ്പീച്ചിനോ കാര്യങ്ങൾക്കോ എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ ഒരു കാര്യം പറയാം, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഗ്രൂപ്പിനോടാണ്. നീയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് കൂടെ കൂട്ടിയ പാറ്റകളായ യൂത്തിനേക്കാൾ 100 ഇരട്ടിയുണ്ട്. ഇന്ത്യക്കെതിരായി വരുന്ന അജണ്ടകളൊക്കെ മനസ്സിലാക്കി അതിനൊക്കെ എതിർത്ത് നിൽക്കുന്ന എന്നെ പോലെയുള്ള നാഷണലിസ്റ്റായ യൂത്തുകൾ. അതുകൊണ്ട് ഇന്ത്യനെ അങ്ങോട്ട് മറിക്കാന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോണില്ല, ഒന്നും.